ഈ ഡിഡാക്റ്റിക് പോയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്ന പോയം ആസ് എ ടീച്ചോ എന്നുള്ളതാണ്. നമ്മുടെ ഒരു അധ്യാപകനായി നിൽക്കുന്ന ഒരു പോയം, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു പോയമാണ്. If is a didactic poem because it teaches us how to become a strong, mature and responsible human being. അത് നമുക്ക് എങ്ങനെ ഒരു സ്ട്രോങ് ആയ, റെസ്പോൺസിബിളായ, മെച്യൂറായ ഒരാളായി കഴിയാമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ each line tells us what we should do in difficult situations. Be patient, stay calm, be honest, stay hopeful. നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കവിത എങ്ങനെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ റെസിലിയൻസ്, ഹ്യൂമിലിറ്റി, നമ്മൾ സഹനശേഷി, അതുപോലെ തന്നെ മനുഷ്യത്വം, പേഷ്യൻസ്, ക്ഷമ, ഹോണസ്റ്റി എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് സന്ദേശമായി നൽകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ സ്റ്റാൻസയിൽ if you can keep your head and all about you are losing theirs and blaming it on you അതായത് നിന്റെ ചുറ്റുമുള്ള ആളുകളും നിന്നെ കളിയാക്കുകയും നിന്നെ തളർത്തുകയും ചെയ്യുമ്പോഴും നിനക്ക് ഒരു ഉറച്ച വിശ്വാസത്തിൽ തളരാതെ തല ഉയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അവസാനം എന്തായി തീരും എന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ അവസാനമായി പറയുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ ആദ്യം ഇഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായി തീരും എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോഴും നിങ്ങൾ തല ഉയർത്തി തന്നെ നിന്ന് അതിൽ തളർന്നു പോകാൻ നിൽക്കുകയാണെങ്കിൽ, the next line, if you can trust yourself when all men doubt you, മറ്റുള്ളവരെല്ലാം നിങ്ങളെ സംശയിക്കുമ്പോഴും നിങ്ങൾക്ക് സ്വയം വിശ്വസിച്ച് നിൽക്കാനാവുന്നുണ്ടെങ്കിൽ, but make allowance for their doubting too, എങ്കിലും അവർ സംശയിക്കുന്നത് എന്തിനാണെന്നുള്ള കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് വെറും സംശയങ്ങളെല്ലാം തള്ളിക്കളയുകയല്ല വേണ്ടത്, അവർ എന്തുകൊണ്ട് എന്നിൽ എങ്ങനെ സംശയിച്ചു എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ മറ്റുള്ളവർ നിങ്ങളെ എത്ര സംശയിച്ചാലും, ഒരുപാട് സംശയിക്കുന്നവരാണെങ്കിലും നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിക്കുക. എങ്കിലും ആ സംശയത്തിനൊരു വില കൽപ്പിക്കണം എന്നാണ് ആ 2 വരിയിലൂടെ പറയുന്നത്. പിന്നീട് പറയുന്നു, ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ, എങ്കിലും ആ ക്ഷമ കാരണം നിനക്ക് മുഷിപ്പുണ്ടാകുന്ന രീതിയിലാകരുത്. അതിനായിട്ട് വെറും കാത്തു നിൽക്കൽ മാത്രം, ക്ഷമിച്ച് കാത്തു നിൽക്കൽ മാത്രം, ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആ ലക്ഷ്യം മാത്രം മനസ്സിൽ കൊണ്ടുകൊണ്ട് കഴിയരുത് എന്നാണ് പറയുന്നത്. or being lied about, don't deal in lies. അതായത് നിന്നെ കുറിച്ച് ആളുകൾ നുണ പറയുമ്പോഴും നീ അവരോട് നുണ പറഞ്ഞു കൊടുക്കരുത്. അവർക്കൊരിക്കലും മറുപടി കൊടുക്കുന്നത് നുണയിലാകരുത്. അതുപോലെ തന്നെ or being hated, don't give way to hating. അവര് നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുന്നത് വെറുപ്പിലൂടെയാകരുത്. ആരൊക്കെ നിങ്ങൾക്കെതിരെ നുണ പറഞ്ഞാലും നിങ്ങളെ വെറുത്താലും നിങ്ങൾ അവരെ വെറുക്കാനോ അവരോട് നുണ പറയാനോ പോകരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നോട്ട് ടോക്ക് ടു വൈസ്. നിങ്ങൾ എന്ന് കരുതി നമ്മൾ വലിയ പൊങ്ങച്ചം കാണിക്കാനും പോകരുത്. അതായത് നമ്മൾ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി വലിയ പൊങ്ങച്ചം നടിക്കാൻ പോകാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ പോകാതിരുന്നാൽ എന്താണെന്ന് അവസാനമാണ് പറയുന്നത്. 2ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, if you can dream
and not make dreams your master. നിനക്ക് സ്വപ്നം കാണാൻ കഴിയണം, പക്ഷേ നിന്നെ നയിക്കുന്നത് സ്വപ്നങ്ങളാകരുത്. നിനക്ക് സ്വപ്നം കാണാൻ കഴിയണം, പക്ഷേ നിന്നെ നയിക്കുന്ന സ്വപ്നങ്ങൾ, അതായത് നിനക്ക് സ്വപ്നങ്ങൾ കാണാം, പക്ഷേ ആ സ്വപ്നത്തിന്മേൽ തന്നെ അതിൽമേൽ തന്നെ ഇങ്ങനെ കൂടി ആ സ്വപ്നം നേടിയെടുക്കാൻ ശ്രമിക്കാതെ എന്നും ഒരു സ്വപ്നമായിട്ട് തന്നെ അതിനെ കൊണ്ടു നടക്കരുത്. If you can think and not make thoughts your aim. നീ ചിന്തിക്കണം, ആലോചിക്കണം, എപ്പോഴും ചിന്തിക്കണം, പക്ഷേ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് നിന്റെ ഒരു ലക്ഷ്യമായി മാറരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ മാറാതെ ഇരുന്നാൽ അവസാനം അതിൻ്റെ മറുപടി പറയുന്നുണ്ട്. If you can meet with triumph and disaster and treat those two impostors just the same. നീ അതായത് ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ട്രിംഫ് എന്ന് പറയുന്നത് വിക്ടറി എന്ന അർത്ഥത്തിനുള്ളതാണ്, ജയം. നീ ജയത്തെയും ജയപരാജയങ്ങൾക്കിടയിൽ കണ്ടുമുട്ടുമ്പോൾ, ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വേഷം മാറി വരുന്ന ജയപരാജയങ്ങൾക്കിടയിൽ കണ്ടുമുട്ടുമ്പോൾ അതിനെ ഒരുപോലെ നിനക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ, if you can bear to hear the trust you spoken, നിന്നെക്കുറിച്ച് നീ പറഞ്ഞ വാക്കുകൾ മറ്റുള്ള ആളുകൾ വളച്ചൊടിച്ച് പറഞ്ഞാലും, if you can bear to hear the truth you spoken, twisted by knives to make a trap for fools. നിന്നെക്കുറിച്ച് നീ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ വളച്ചൊടിച്ച് പറയാൻ ശ്രമിച്ചാലും, അതായത് മറ്റുള്ള വിഡ്ഢികളെ നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും, നീ എന്താകരുത്, നിനക്ക് അത് കേൾക്കുമ്പോൾ നിനക്ക് ഉറച്ച മനസ്സോടെ നിൽക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ അതുപോലെ or was the things you gave your life to broken and stoop and build them with worn out tools. നീ ജീവൻ കൊടുത്തി was the things you gave your life to, നീ ജീവൻ കൊടുത്ത് ഉണ്ടാക്കി വെച്ച ചില വസ്തുക്കളെ അത് broken and stood and build them with worn out tools, അത് തകർന്നു പോവുകയാണെങ്കിൽ, നീ ജീവൻ കൊടുത്ത് ഉണ്ടാക്കി വെച്ച ചില വസ്തുക്കൾ തകർന്നു പോവുകയാണെങ്കിൽ, അത് ചിലപ്പോൾ തകർന്നു പോയേക്കാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ തകർന്നു പോയേക്കാം. എങ്കിലും അതിന് നീ ഒരിക്കലും അവിടെ എന്താകരുത്, വോൺ ഔട്ട് ടൂൾസ്, അതായത് ഒരു മൂർച്ചയില്ലാത്ത ആയുധം പോലെ ആകരുത് എന്നാണ് പറയുന്നത്. അതായത് നീ അതിനെ വീണ്ടും പണി കഴിപ്പിക്കാൻ ശ്രമിക്കാതെ, അത് വീണ്ടെടുക്കാൻ ശ്രമിക്കാതെ ഇരിക്കരുത്, അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണം. നീ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും അതിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, if you can make one heap of all your winnings and risk it on one turn of pitch and toss, നിന്റെ വിജയങ്ങളെ മൊത്തം കുന്നുകൂട്ടി വെച്ച് ഒരു കൂട്ടത്തിൽ എന്ന പോലെ നിനക്ക് റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ, അത് നീ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാം ഒരുമിച്ച് കൂട്ടി നിനക്ക് റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ, അതായത് ലൈഫിൽ റിസ്കുകൾ എടുക്കുന്നതിനെ കുറിച്ചാണ് ഈ വരി പറയുന്നത്. ആൻഡ് സ്റ്റാർട്ട് അഗൈൻ ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നീ അത് തകർന്നു പോവുകയാണെങ്കിൽ വീണ്ടും തലക്കുന്ന തന്നെ തുടങ്ങാൻ കഴിയുമെങ്കിൽ, ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. എന്താകരുത്, നിന്റെ പരാജയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. ഇഫ് യു ക്യാൻ വോയിസ് യുവർ ഹേർട്ട് ആൻഡ് നോ ആൻഡ് now to save your long term after they are gone.
നിന്റെ ചിലപ്പോൾ നിന്റെ ആ വിജയത്തിന് വേണ്ടി നീ കൂട്ടിവെച്ചതെല്ലാം ഒറ്റ നിമിഷത്തിൽ തകർന്നു പോയേക്കാൾ എങ്കിലും നീ അതിനെ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. എങ്കിലും നിന്റെ പരാജയത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് പരാജയപ്പെട്ടല്ലോ എന്ന് നിനക്ക് വേവലാതി വരാൻ പാടില്ല എന്നാണ് ആ വരിയിൽ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇതിൽ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.